കുടുംബ കാഴ്ചകളിലേക്ക് സ്വാഗതം. അമ്മേ, ഐ ആം സോറി. എന്തെങ്കിലും പറ്റിയോ? ഏയ് ഒന്നുമില്ല. വണ്ടിക്കൊന്നും പറ്റിയിട്ടില്ല, വണ്ടി സേഫാണ്. അസ്വസ്ഥതയുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കാം നമുക്ക്. ഏയ് അതൊന്നും വേണ്ട, ഒന്നും പറ്റിയിട്ടില്ല. എവിടെയാ വീട്? ഞാൻ കൊണ്ടുവിടാം. ഏയ് അതൊന്നും വേണ്ട, വീട് ഇവിടെ അടുത്താ. ലെഫ്റ്റ് തിരിഞ്ഞ് 3ാമത്തെ വീട്. ഒരു കൂട്ടുകാരിയെ കാണാൻ ഇറങ്ങിയതാ. ഇനി എന്തായാലും യാത്രയില്ല. സോറി, ഞാൻ കാരണം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. പപ്പ, ഞാനും വരുന്നുണ്ട്. വണ്ടി സർവീസ് ചെയ്ത് കിട്ടിയില്ലേ? ഇന്ന് കിട്ടുന്നാ പറഞ്ഞത്. ഈ കറണ്ട് ബില്ല് കൂടി അടച്ചേരെ, നാളെ ലാസ്റ്റ് ഡേറ്റാ. വീട് തീരെ ചെറുതാണല്ലേ? ഞങ്ങൾക്ക് ഇതൊക്കെ മതി. ഇത് തന്നെ ഉണ്ടാക്കിയത് വളരെ കഷ്ടപ്പെട്ട. സത്യം പറഞ്ഞാൽ അല്ല, ഞങ്ങൾക്ക് മനസ്സായില്ല. മോളൊന്നും പറഞ്ഞില്ലേ? മോളോ? മോളെ പെണ്ണ് കാണാൻ വന്നതാ. ഇതെന്റെ മകൻ ജോമോൻ, ഞാൻ കുരുവിള. ജോർജിനെ എനിക്ക് പണ്ടേ അറിയാം. അപ്പൻ കപ്പ്യാരായിരുന്നു അല്ലേ? അകത്തേക്കിരിക്കാം. എടി എന്താടി ഇത്? സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല മമ്മി. സത്യം, ജോമോനെ വഴി വെച്ച് കണ്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. എന്തായാലും നീ ചായ എടുക്ക്. ഞങ്ങളെ ജോർജിന് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. എന്നാ ഞാൻ തന്നെ അങ്ങോട്ട് പറഞ്ഞേക്കാം. കുന്നേൽ ഗ്രൂപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ആ, എന്നാൽ അതിന്റെ MD ആണ് ഈ ഇരിക്കുന്ന ജോമോൻ. സത്യമായിട്ട് മനസ്സായില്ലട്ടോ. ഓ, അത് വെറുതെ. ഞങ്ങളെ മനസ്സിലാകാത്തവർ ഈ നാട്ടിലില്ല. ആ സോഫി, ചായ എടുക്ക്. കൊടുക്ക്. ചുമ്മാതല്ല ഇവൻ ഒറ്റക്കാലേ നിന്നത്. എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ആ, ഇനി ഇവര് തമ്മിൽ സംസാരിക്കട്ടെ. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. എന്താ ജോർജെ? അത് ആയിക്കോട്ടെ. തികച്ചും ഒരു സസ്പെൻസ് ആയില്ലേ ജാസ്മിൻ? ഇങ്ങനെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. മമ്മി വിചാരിച്ചത് നമ്മൾ തമ്മിൽ എല്ലാം നേരത്തെ പറഞ്ഞു വെച്ചിരിക്കുവാണെന്ന്. കാര്യങ്ങളൊക്കെ ഒരു പോസിറ്റീവ് വഴിക്ക് പോവല്ലേ, ഇനി നമ്മളായിട്ട് തിരുത്തണ്ടെന്ന്. പപ്പയും മമ്മിയും ഒരു കല്യാണം നടത്തേണ്ട മാനസികാവസ്ഥയിലല്ല ഇപ്പോഴുള്ളത്. വീടിൻ്റെ പണിയാണെങ്കിൽ ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ. എനിക്കൊരു ജോലിയുമായിട്ടില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. കുന്നേൽ ഗ്രൂപ്പിന് ഇനി ഒരു ജോലിക്കാരുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. മനസ്സിലായില്ലേ? അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ജോർജെ? ധർമ്മ കല്യാണം നടത്താൻ ഞങ്ങളെ കിട്ടില്ല. കുന്നേൽ ഗ്രൂപ്പിന്റെ ഇപ്പോഴത്തെ ആസ്തി എത്രയാണെന്ന് അറിയോ ജോർജിന്? നിങ്ങളുടെ ആസ്തി എത്രയായിരുന്നാലും 1 കോടി രൂപ ശ്രീധരൻ തരാനൊന്നും ഞങ്ങൾക്കാവില്ല. അയ്യോ ചേട്ടാ, ഇത് ശ്രീധനൊന്നല്ല കേട്ടോ. ഇത് കല്യാണ ചെലവിനുള്ള കാശാ. സ്ത്രീധനം വാങ്ങില്ലെന്ന് ഞങ്ങൾ നേരത്തെ ശപഥം ചെയ്തതാ. മമ്മ എന്താ ഈ പറയുന്നേ? മിണ്ടിപ്പോകരുത്. ഇപ്പൊ ഇറങ്ങിക്കോണം ഇവിടുന്ന്. ധർമ്മ കല്യാണം നടത്തേണ്ട അവസ്ഥയൊന്നും എന്റെ മോന് വന്നിട്ടില്ല. ഓരോന്ന് കെട്ടിയൊരുങ്ങി വന്നോളും ആളുകളെ പറ്റിക്കാൻ. വന്ന് വണ്ടിക്കണടാ.
എന്താ അച്ചായ സംഭവിച്ചത്? എനിക്കൊന്നും മനസ്സിലായില്ല. പപ്പ എന്താ മോളെ ഇതൊക്കെ? പപ്പ ഇങ്ങനെയൊന്നും സംഭവിക്കുന്നു ഞാൻ വിചാരിച്ചതല്ല. എന്റെ മോളിങ്ങ് വന്നേ. മോള് വിഷമിക്കരുത്. നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളും നടക്കണമെന്നില്ല. ദൈവത്തിന്റെ ഇഷ്ടം എന്താണോ അത് നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എന്താ മമ്മി പറയുന്നത്? ഞാൻ ഒരിക്കലും ഈ ജോമോനെ റോഡിൽ വെച്ച് കണ്ടു എന്നുള്ളത് സത്യമാ. പക്ഷെ ഇതെല്ലാം എനിക്ക് അറിയാത്ത കാര്യങ്ങളാ. നിങ്ങളുടെ ഇഷ്ടത്തിനെ ഞാൻ നിൽക്കൂ. എന്തായാലും അതൊക്കെ പോട്ടെ. നമ്മുടെ കാര്യങ്ങളൊന്നും തെറ്റിക്കണ്ട. ഞാൻ പോയിട്ട് വരാം. അവര് വീണ്ടും വന്നു. ക്ഷമിക്കണം ജോർജെ, കാര്യങ്ങൾ ഇപ്പോഴാണ് ഇവൻ വ്യക്തമായി പറയുന്നത്. സത്യം പറഞ്ഞ ഞാൻ വിചാരിച്ചു ഇവർ തമ്മിൽ കടുത്ത പ്രണയത്തിലാണെന്ന്. പക്ഷേ ജാസ്മിന് ഈ വിവരമൊന്നും അറിയില്ല. ഇവളെ ഞങ്ങൾക്ക് തന്നാ മതി, ഒറ്റ സ്ത്രീധനവും വേണ്ട. പിന്നെ കല്യാണ ചെലവിന്റെ കാര്യം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അങ്കിളെ ഒന്നിങ്ങ് വന്നേ. അങ്കിളെ, കല്യാണ ചെലവിലുള്ള പണം പപ്പയും മമ്മയും അറിയാതെ ഞാൻ തന്നോളാം. ഈ കല്യാണം നടക്കില്ല ജോമോനെ. സ്ത്രീധനം എന്ന ഓമന പേരിട്ട് നിങ്ങൾ വിളിക്കുന്ന ഈ സമ്പ്രദായത്തിന് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ തയ്യാറാകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇത് ഞങ്ങളുടെ മകൾക്ക് ഞങ്ങൾ കൊടുക്കുന്ന ഷെയർ ആയതുകൊണ്ടാണ്. ആ ഷെയർ കൈക്കലാക്കി കല്യാണ ചെലവിന് വേണ്ടിയും നാട്ടുകാരെ തീറ്റിക്കാനും ഒക്കെയായി നിങ്ങൾ ചെലവാക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന മനപ്രയാസം എത്രയാണെന്ന് നിങ്ങൾക്കറിയോ? അതുകൊണ്ട് ജോമോനെ, കൂട്ടലും കിഴിക്കലും ഗുണിക്കലും ഹരിക്കലും നടത്തി തിരിച്ചു വന്ന നിന്റെ പപ്പായ്ക്ക് ഇതൊരു നഷ്ടക്കച്ചവടമായിരിക്കും. ഒരിക്കലും നികത്താനാവാത്ത നഷ്ടം. പല വേദികളിൽ പലരും ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ വിചിന്തനത്തിനായി സമർപ്പിക്കുന്നത്. സ്ത്രീവിഹിതം അഥവാ സ്ത്രീധനം. സ്ത്രീധനമെന്ന് ഇന്ന് പറയാൻ പോലും അനുവാദമില്ല. എങ്കിലും ഇന്ന് പലവിധത്തിൽ വിവാഹാവസരത്തിൽ സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് വാങ്ങിച്ചെടുക്കുന്നത് സ്ത്രീധനം തന്നെയാണ്. സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് മറ്റൊരു ധനവും വാങ്ങിച്ചെടുക്കേണ്ട ആവശ്യമില്ല, സ്ത്രീ തന്നെ ധനമാണ് എന്ന് പറയുന്നവരുണ്ട്. എങ്കിൽ തന്നെയും എല്ലാവരും പിന്തുണയ്ക്കുന്നു സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതിനായി. ഇത്തരത്തിൽ സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് അവരുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ അവൾക്ക് കൊടുക്കുന്നത് സ്ത്രീവിഹിതമാണ്. ഒരു കുടുംബത്തിൽ ജന്മം കൊള്ളുന്ന ഒരു മകനെ സംബന്ധിച്ചിടത്തോളം, മകളെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബ സ്വത്തിൻ്റെ ഓഹരിയിൽ അവകാശമുണ്ട്. അത്തരത്തിൽ ഒരു പെൺകുട്ടിക്ക് വിവാഹത്തിൻ്റെ അവസരത്തിൽ അവളുടെ അപ്പൻ അല്ലെങ്കിൽ ആ കുടുംബം നൽകുന്നതാണ് ഈ സ്ത്രീവിഹിതം. ഇപ്രകാരം ഈ സ്ത്രീവിഹിതം നൽകുന്നതോ അവളുടെയും അവളുടെ കുടുംബത്തിൻ്റെയും ഭാവിക്ക് വേണ്ടിയാണ്. ഇവിടെ എന്നെ ശ്രദ്ധിക്കുന്ന കുടുംബ പ്രേക്ഷകരോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഈ സ്ത്രീക്ക് വേണ്ടി, അവളുടെ ഭാവി കുടുംബത്തിന് വേണ്ടി അവളുടെ അപ്പനോ കുടുംബം തന്നെയോ വിഹിതം നൽകുമ്പോൾ അത് അവളുടെയും അവളുടെ ഭാവിക്ക് വേണ്ടിയും ആണോ ചിലവഴിക്കുന്നത്? ഇന്ന് പലരും വിവാഹത്തിൻ്റെ അവസരത്തിൽ സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് ലഭിക്കേണ്ടത് ചോദിച്ചു വാങ്ങുന്ന രീതിയുണ്ട്. ഒരുപക്ഷെ തുടക്കത്തിൽ ഒന്നും വേണ്ട, നിങ്ങളുടെ മകൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ നൽകിയാൽ മതിയാവും, കൊടുക്കുന്നതെല്ലാം അവൾക്കുള്ളതാണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ പലരും ആഗ്രഹിക്കുന്നു ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന്
എന്തെങ്കിലുമൊക്കെ കാര്യമായി ലഭിക്കണമെന്നുള്ളത്. ലഭിച്ചോട്ടെ, എത്ര വേണമെങ്കിലും കിട്ടിക്കോട്ടെ. പക്ഷേ ഈ കിട്ടുന്നത് ഇന്ന് അവളുടെയോ അവളുടെ കുടുംബത്തിൻ്റെയോ നല്ല ഭാവിക്ക് വേണ്ടിയാണോ ചിലവഴിക്കുന്നത്? ചെറുക്കൻ കൂട്ടർക്ക് പലപ്പോഴും കല്യാണത്തോട് ബന്ധപ്പെട്ട ചെലവുകൾ വഹിക്കാൻ ഈ പെണ്ണിൻ്റെ ഭാഗത്തു നിന്നുള്ള പണം കിട്ടണം. മനസ്സമ്മതം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മനസ്സമ്മതത്തിന് മുൻപ് പ്രതീക്ഷയോടുകൂടി ഇരിക്കുകയാണ് ഈ തുക കിട്ടാൻ. കാരണം സദ്യ ക്രമീകരിച്ചിട്ടുണ്ട്, സദ്യക്കുള്ള ചെലവിനുള്ള വക സ്വന്തം കയ്യിലില്ല, ഈ പെണ്ണിൻ്റെ ഭാഗത്തു നിന്ന് കൊടുക്കണം. കല്യാണത്തിൻ്റെ അവസരത്തിൽ വീട് മോടി പിടിപ്പിക്കുന്നുണ്ട്. ഈ വീട് മോടി പിടിപ്പിക്കുമ്പോൾ ഈ ചെറുക്കൻ്റെയും ചെറുക്കൻ്റെ മാതാപിതാക്കളുടെയും പ്രതീക്ഷ പെണ്ണിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുന്ന തുകയിലാണ്. പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു അനീതി, ഈ പെണ്ണിന് അവകാശപ്പെട്ട തുക അവളുടെ അപ്പൻ അല്ലെങ്കിൽ കാരണവന്മാർ കൊടുക്കുമ്പോൾ അവൾ ഈ ഭർത്താവിൻ്റെ വീട്ടിൽ കാലെടുത്ത് കുത്തുന്നതിന് മുൻപ് മുച്ചൂടും അത് തീർക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ ഭർത്താവിൻ്റെ വീട്ടിലെ നാട്ടിലെ ആളുകൾക്ക് സദ്യ കൊടുക്കാനായിരിക്കും അത് പ്രയോജനപ്പെടുത്തിയത്. അതല്ലെങ്കിൽ ഈ ഭർത്താവിൻ്റെ വീട് കേടുപാടുകൾ പോക്കാനായിരിക്കാം ആ തുക വിനിയോഗിക്കുന്നത്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു പ്രശ്നമുണ്ടായി. ആ കുടുംബനാഥൻ വല്ലാതെ വിഷമിച്ചു. അയാൾക്ക് 3 മക്കളാണ്, 3 പെൺമക്കളാണ്. 3 പേരും പഠിച്ചു. മൂത്തവൾക്ക് 29 വയസ്സായി. അവളുടെ കല്യാണമാണ് ആലോചിച്ചത്. ഈ കല്യാണത്തിൻ്റെ ആലോചനയുടെ സമയത്ത് ചെറുക്കനോ ചെറുക്കൻ്റെ കൂട്ടരോ അവൻ്റെ മാതാപിതാക്കളോ ഒന്നും സ്ത്രീയുടെ ഭാഗത്തു നിന്ന് കൊടുക്കേണ്ട സ്ത്രീ വിഹിതത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞിരുന്നില്ല. മനസ്സമ്മതം വരെ കാര്യങ്ങളെത്തി. ആ സമയത്താണ് ഈ യുവാവിൻ്റെ അപ്പൻ ഈ പെൺകുട്ടിയുടെ പിതാവിനോട് പണത്തെക്കുറിച്ച് പറയുന്നത്. നമ്മൾ പണത്തെക്കുറിച്ചൊന്നും നിങ്ങൾ നൽകുന്നതിനെക്കുറിച്ചൊന്നും ഇതുവരെ സംസാരിച്ചില്ലല്ലോ എന്ന് ഈ പെൺകുട്ടിയുടെ അപ്പനോട് ഇയാൾ പറഞ്ഞപ്പോൾ അയാൾ ആകെ അങ്കലാപ്പിലായി. അതും അയാൾ ആവശ്യപ്പെടുന്നത് നിസ്സാര തുകയല്ല, 10 ലക്ഷം രൂപയാണ്. 10 ലക്ഷം രൂപ അത് രൂപയായിട്ട് തന്നെ നൽകണം എന്ന് അയാൾ നിർബന്ധം പിടിച്ചു. സാധാരണ സ്ത്രീക്ക് വിഹിതം കൊടുക്കുമ്പോൾ ഭൂമിയായിട്ടോ സ്വർണമായിട്ടോ ഒക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ ഈ യുവാവിൻ്റെ അപ്പൻ 10 ലക്ഷം പണമായി തന്നെ കിട്ടണമെന്ന് നിർബന്ധം പിടിച്ചു. ഈ പെൺകുട്ടിയുടെ അപ്പൻ ഇതറിഞ്ഞപ്പോൾ കൂട്ടരോടൊക്കെ ഈ കാര്യം പറഞ്ഞു. അവരെല്ലാവരും ഇയാളോട് ചോദിച്ചു, ഈ 10 ലക്ഷം പണമായിട്ട് കിട്ടണമെന്ന് നിർബന്ധം പിടിക്കുന്നത് എന്താ? അതിന് കാരണമല്ല ഉണ്ടോ? അയാൾ കൈമലർത്തി, എനിക്കറിഞ്ഞുകൂടാ. ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി കൂടുതൽ അന്വേഷണം നടത്തിയപ്പോഴാണ് സംഗതി മനസ്സിലായത്. ഈ ചെറുക്കൻ്റെ ജ്യേഷ്ഠൻ ഡ്രൈവറാണ്. അവൻ +2 വിദ്യാഭ്യാസം മാത്രമുള്ള ആളാണ്. അവനെ ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പല പരിപാടികൾ ഈ കുടുംബനാഥൻ തുടങ്ങിയിരുന്നു. അത്തരത്തിൽ ഏറെ കടം ആ കുടുംബത്തിനുണ്ടായി. അത്തരത്തിലൊരു കടക്കണിയിലാണ് അവർ. മാത്രമല്ല, ഈ കല്യാണത്തിൻ്റെ അവസരത്തിൽ വീട് മോടിയാക്കി. 4 ലക്ഷത്തോളം രൂപ അതിന് ചിലവായി. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് കല്യാണത്തോട് ബന്ധപ്പെട്ട ചിലവുകളെക്കുറിച്ച് ചിന്തിച്ചത്. ആ ചിലവുകൾ നടത്താൻ കയ്യിലൊന്നുമില്ല. ഈ അപ്പനും ചെറുക്കൻ്റെ കൂട്ടരെല്ലാം കൂടെ ഒന്നിച്ചു കൂടി. അപ്പോൾ നോക്കിയപ്പോൾ മനസ്സിലായി 10 ലക്ഷം രൂപയെങ്കിലും ഇല്ലാതെ കാര്യം നടക്കുകയില്ല. അതുകൊണ്ടാണ് ഈ പെൺകുട്ടിയുടെ അപ്പനോട് ഈ കുടുംബനാഥൻ പറഞ്ഞത് 10 ലക്ഷം പണമായിട്ട് കിട്ടണം. നോക്കിക്കേ, ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ അപ്പൻ
അവൾക്ക് വിഹിതമായി അവളുടെ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, അവളുടെ ഭാവി കുടുംബത്തിന് വേണ്ടി കൊടുക്കുന്ന ഈ തുക അവളുടെ സമ്മതം പോലും ചോദിക്കാതെ അവൾ ഈ ഭർതൃഗൃഹത്തിലേക്ക് കാലെടുത്ത് കുത്തുന്നതിന് മുൻപ് മുഴുവനും തീർക്കുന്ന ഒരവസ്ഥ, ഇത് അന്യായമാണ്, അനീതിയാണ്. ഞാനിത് പറയുമ്പോൾ ചിലർ ചോദിച്ചേക്കാം, അങ്ങനെയാണെങ്കിൽ ഒരു പെൺകുട്ടി അവളുടെ കുടുംബവിഹിതവുമായി ഭർതൃഗൃഹത്തിലേക്ക് വരുമ്പോൾ ആ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി മറ്റൊരു കാര്യത്തിനും വേണ്ടി ആ തുക ചെലവഴിക്കാൻ മേലേ? തീർച്ചയായിട്ടും ചെലവഴിക്കാം. പക്ഷേ അതിനൊക്കെ ഒരു നിയന്ത്രണം ഉണ്ടാവേണ്ടതല്ലേ? ഈ പെൺകുട്ടി ഭർതൃഗൃഹത്തിലേക്ക് കടന്നു വരുന്നതിന് മുൻപ് അത് മുഴുവനായും തീർക്കുന്ന ഒരവസ്ഥ, അത് ദൈവം ആഗ്രഹിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ പൊതുവെ ഈ സ്ത്രീധനത്തെക്കുറിച്ചും സ്ത്രീ വിഹിതത്തെക്കുറിച്ചും ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. ചർച്ച ചെയ്യുമ്പോഴൊക്കെ എല്ലാവരും വലിയ ആത്മാർത്ഥതയോടുകൂടി അതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കടന്നു വരുമ്പോൾ നമുക്ക് ആത്മാർത്ഥത പാലിക്കാൻ സാധിക്കുന്നുണ്ടോ? നിൻ്റെ മകൻ വിവാഹം കഴിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ഈ സ്ത്രീ വിഹിതത്തോട് ചേർന്നുള്ള മനോഭാവം രൂപപ്പെടുത്താനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ടോ? ഞാനിത് പറയുമ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന മാതാപിതാക്കൾ പെൺമക്കളെ കെട്ടിക്കുമ്പോൾ നിങ്ങളുടെ മനോഭാവം എന്താണെന്ന് പരിശോധിക്കേണ്ടതാണ്. നിങ്ങളുടെ മകളെ കെട്ടിക്കുമ്പോൾ അവൾക്ക് അർഹമായിട്ടുള്ള കുടുംബവിഹിതം കൊടുത്തയക്കുന്നു. ആ കൊടുത്തയക്കുന്ന കുടുംബവിഹിതം ഭർതൃഗൃഹത്തിലെ ആളുകൾ അവളുടേതല്ലാതായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നുവെന്ന് വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടക്കേടുണ്ടാകുകയില്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലേക്ക് മറ്റൊരു കുടുംബത്തിൽ നിന്ന് ഒരു മകളെ വിവാഹം മൂലം അയക്കുമ്പോൾ ആ മാതാപിതാക്കളുടെയും മനോഭാവം അതുതന്നെയാണെന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത്. ഞാനിത് പറയുമ്പോൾ ഇന്ന് നമ്മുടെ വിവാഹത്തോട് ബന്ധപ്പെട്ട ആർഭാടങ്ങളെക്കുറിച്ച് സംസാരിക്കും. പണ്ടൊക്കെ നമുക്കറിയാം, വിവാഹത്തിന് മുമ്പുള്ള മനസ്സമ്മതം എന്ന് പറയുന്നത് ചെറിയൊരു ചടങ്ങായിരുന്നു. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ജീപ്പിൽ അല്ലെങ്കിൽ ഒരു കാറിൽ വരുന്ന ആളുകൾ മാത്രമാണ് ഈ മനസ്സമ്മതത്തിൽ പങ്കെടുത്തിരുന്നത്. പക്ഷെ ഇന്ന് പെണ്ണിൻ്റെ ഭാഗത്തു നിന്നുള്ള കല്യാണമായിട്ടത് മാറുന്ന രീതിയുണ്ട്. ചിലർ ചോദിക്കും, സാമ്പത്തികം ഉള്ളവന് ഇങ്ങനെ ചെയ്താൽ കുഴപ്പമുണ്ടോ? സാമ്പത്തികം ഉള്ളവനായാലും ഇല്ലാത്തവനായാലും ചെയ്താൽ കുഴപ്പം തന്നെയാണ്. എങ്കിൽ പോലും ഈ സാമ്പത്തികം ഉള്ളവൻ ചെയ്യുമ്പോൾ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾ കടമെടുത്തും ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിർബന്ധിതരായി തീരുന്ന ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിലുണ്ട്, നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. അങ്ങനെ കടക്കണിയിലായിരിക്കുന്ന എത്രയോ കുടുംബനാഥന്മാരുണ്ട്. എൻ്റെ പ്രിയ സഹോദരരെ, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ നിയന്ത്രണം പാലിക്കാൻ സാധിക്കേണ്ടതാണ്. അപ്പോൾ ഈ മനസ്സമ്മത കല്യാണമായിട്ട് മാറുന്ന അവസ്ഥ, നീ ചില പ്രദേശങ്ങളിലൊക്കെ മറ്റൊരാഘോഷം കൂടെ തുടങ്ങിയിട്ടുണ്ട്. മിക്കവാറും അത് പരക്കെ ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. മധുരം വയ്പ് അത് ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും ഭാഗത്തായി ഏതോ ഒരു വിഭാഗത്തിൽ ആരംഭിച്ചതായത്, പക്ഷേ അത് പരക്കെയായി. പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ കല്യാണത്തോടനുബന്ധിച്ച് മദ്യം വിളമ്പുന്ന രീതിയില്ലായിരുന്നു. ഇന്ന് മദ്യം വിളമ്പാനുള്ള ഒരു രീതിയായിട്ട് മാറുന്നു. കാരണം ഇത് രാത്രി ആഘോഷമാണ്. ഈ പെണ്ണിന് ചെറുക്കന് ബന്ധപ്പെട്ടവരെല്ലാം മധുരം കൊടുക്കുക, മധുരം കൊടുത്ത് അവസാനം പിന്നെ ഇവർ മധുരത്തിലേക്ക്, ആഘോഷത്തിലേക്ക്, മദ്യത്തിലേക്ക് ഒക്കെ വരുന്ന രീതി. എനിക്കറിയാം, ഒരു പ്രദേശത്ത് ഈ ഒരു കാര്യത്തിൽ നിയന്ത്രണം വരുത്താൻ വേണ്ടി അച്ഛന്മാർ പോയി തുടങ്ങി. കാരണം മദ്യം ഉപയോഗിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അച്ഛന്മാർ പോയാൽ അവിടെ നിയന്ത്രണമാകുമല്ലോ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് എന്താ ചെയ്തത്? അച്ഛന്മാർ അവിടെ ചെന്ന് പ്രാർത്ഥന നടത്താൻ തുടങ്ങി. പിന്നെ മധുരവും വയ്പ്പൊക്കെ കഴിഞ്ഞു. പക്ഷേ അവിടെയും സംഭവിച്ചത് എന്താണെന്നറിയാമോ? അച്ഛൻ പോകാൻ വേണ്ടി ഇവർ നോക്കിയിരിക്കുക. അച്ഛൻ പോയി കഴിഞ്ഞിട്ട് മറ്റാഘോഷങ്ങൾ അങ്ങ് തുടങ്ങും. അപ്പോൾ നോക്കിയേ, മധുരം വയ്പ്പ്, പിന്നെ മനസ്സമ്മത കല്യാണം, പിന്നെ പ്രധാന കല്യാണം, ഇതിനോടൊക്കെ ബന്ധപ്പെട്ട് ഈ പണമെല്ലാം ചെലവഴിക്കുന്നത് ഏറെ ആരുടെയാണ്? പെണ്ണിന് അവകാശപ്പെട്ട ആ സ്വത്ത്.
ഇത് എൻ്റെ പ്രിയ സഹോദരങ്ങളെ ദൈവം ആഗ്രഹിക്കുന്നതല്ല. അതുകൊണ്ട് ആത്മപരിശോധന നടത്താനായിട്ട് സാധിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് കണ്ണടച്ച് ഇരുട്ടാക്കാൻ പറ്റില്ല. ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് എല്ലാം ശുഭമെന്ന് നമ്മൾ കരുതിയാൽ അത് ശുഭകരമാകില്ല എന്നാണ് എൻ്റെ വിചാരം. ക്രിസ്തു യഥാർത്ഥത്തിൽ സ്നേഹത്തിൻ്റെ വിപ്ലവം നടത്താൻ വന്ന ദൈവപുത്രനാണ്. ആ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ അനീതി തുടരാനായിട്ട് പാടുള്ളതല്ല. ഒരു പെൺകുട്ടിക്ക് അവളുടെ അപ്പൻ മനസ്സറിഞ്ഞ് ആ കുടുംബ വിഹിതം കൊടുക്കുമ്പോൾ അവളുടെയും അവളുടെ ഭാവി കുടുംബത്തിൻ്റെയും നന്മയ്ക്ക് ഉപകരിക്കാൻ അതിടയായി തീരണം. ചില കുടുംബങ്ങളിലൊക്കെ നമുക്കറിയാമല്ലോ, ഈ അപ്പന്മാർ കടം വാങ്ങിച്ചാണ് കൊടുക്കുന്നത്. നല്ല ശതമാനം കുടുംബങ്ങളിലും ഉള്ള സ്വത്തിൻ്റെ വിഹിതം കൊടുക്കുന്നു എന്നതിനപ്പുറത്ത് ഇല്ലാത്തിടത്താണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ചില ആങ്ങളമാരെയൊക്കെ എനിക്കറിയാം, ചില സഹോദരന്മാരെയൊക്കെ എനിക്കറിയാം. അവർ ചിന്തിക്കുന്നത് എന്താ, ഈ കൊച്ചു പെങ്ങടെ ഈ സഹോദരിയുടെ കല്യാണം നടത്തുമ്പോൾ ഈ വീട്ടിലെ ഇല്ലായ്മ മനസ്സിലാക്കണ്ട, അതുകൊണ്ട് ഇവരെല്ലാം കൂടെ അധ്വാനിച്ച് കടം വാങ്ങിച്ചായി കൊടുക്കുന്നത്. പക്ഷേ ഇങ്ങനെ കടം വാങ്ങിച്ച് കൊടുക്കുന്ന ആ തുക അന്യായമായി ചിലവഴിക്കുന്ന രീതി, യഥാർത്ഥത്തിൽ ഇങ്ങനെ കടം വാങ്ങിച്ച് അധ്വാനിച്ച് ഈ പെൺകുട്ടിക്ക് ഇത്തരത്തിൽ തുക കൊടുത്തു വിടുമ്പോൾ അതിനെന്തൊരു മൂല്യമുള്ളതാ. കാരണം ഇത് വിയർപ്പിൻ്റെ വിലയല്ലേ, സ്നേഹത്തിൻ്റെ വിലയല്ലേ. ആ സ്നേഹത്തിൻ്റെ വിലയായ ഈ തുക അന്യായമായിട്ട് ചിലവഴിക്കുന്ന രീതി. ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം നിങ്ങളെ വീണ്ടും അനുസ്മരിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള തുക ആ കുടുംബത്തിൻ്റെ പൊതു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. പക്ഷേ അതിനൊക്കെ ഒരു നിയന്ത്രണം ഉണ്ടാവണം. ഈ പെൺകുട്ടിക്ക് അവകാശപ്പെട്ടതാണ് ആ തുകയെങ്കിൽ, അവളുടെ ഭാവി കുടുംബത്തിന് വേണ്ടി അപ്പൻ കരുതലോടെ നൽകുന്നതാണ് ആ തുകയെങ്കിൽ, സഹോദരന്മാർ കരുതലോടെ നൽകുന്നതാണ് ആ തുകയെങ്കിൽ, അത് യുക്തമായ രീതിയിൽ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കണം. അതുകൊണ്ട് അതൊരു കരുതൽ ധനമായിരിക്കണം എന്നതാണ് എൻ്റെ അഭിപ്രായം. സഭയുടെ കാഴ്ചപ്പാട് അതിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ നമുക്ക് പുനരാലോചന ഉണ്ടാവണം. ഇന്ന് ഒത്തിരി കുടുംബങ്ങൾ, ഒത്തിരി മാതാപിതാക്കൾ ഈ സ്ത്രീ വിഹിതത്തെ നല്ല അർത്ഥത്തിലെടുക്കുന്നുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ അത് ചിലവഴിക്കാൻ പാടുള്ളൂ എന്നുള്ള കാഴ്ചപ്പാടോടുകൂടെ ആ തുക ഏറ്റുവാങ്ങുന്ന ആളുകളുണ്ട്. തീർച്ചയായും അതാണ് സഭ ആഗ്രഹിക്കുന്നത്, ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ സ്ത്രീ വിഹിതത്തെ സംബന്ധിച്ച് എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഒരു പുനരാലോചന നമുക്ക് നടത്താം. അത്തരത്തിലുള്ള പുനരാലോചന, ഇതിനോട് ബന്ധപ്പെട്ട രീതികളിൽ മാറ്റം വരുത്താൻ കുടുംബജീവിതം നയിക്കുന്ന എല്ലാവരെയും പ്രേരിപ്പിക്കാൻ ഇടയാകട്ടെ എന്നുള്ള ആശംസയും പ്രാർത്ഥനയുമാണ് എനിക്കുള്ളത്. ഈ വിഷയം ഞാനിവിടെ പറഞ്ഞു തീർക്കുന്നില്ല. നിങ്ങളുടെ ചർച്ചയ്ക്കായി, നിങ്ങളുടെ ധ്യാനത്തിനായി, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കായി ഞാൻ സമർപ്പിക്കുകയാണ്. എനിക്കറിയാം ഇന്നും പണ്ട് കാലത്തും ഞാൻ ഈ പറഞ്ഞ കാര്യത്തോട് ആത്മാർത്ഥമായി വിശ്വസ്തത പുലർത്തുന്ന കുടുംബങ്ങളുണ്ട്. ഈ സ്ത്രീ വിഹിതം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി നേരായ രീതിയിൽ ആ തുക വിനിയോഗിക്കുന്ന മാതാപിതാക്കളുണ്ട്, കുടുംബങ്ങളുണ്ട്. അത്തരത്തിലുള്ള കുടുംബങ്ങൾ ഇന്നേറെയുണ്ട്. നമ്മൾ തുടർന്ന് പരിചയപ്പെടുന്നത് ഈ സ്ത്രീ വിഹിതത്തോട് ബന്ധപ്പെട്ട് ഉത്തമമായ തീരുമാനം കൈക്കൊണ്ടത് പ്രയോഗത്തിൽ വരുത്തിയ ഒരു കുടുംബത്തെയാണ്. നിങ്ങളുടെ ശ്രദ്ധ ആ കുടുംബത്തിൻ്റെ വാക്കുകളിലേക്ക് ഞാൻ തിരിക്കുകയാണ്. നമുക്ക് അവരെ ചെവിക്കൊള്ളാം. ഉത്തമമായ തീരുമാനം കൈക്കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന വഴിയെ നമുക്ക് പോകുന്നതിന് ശ്രദ്ധിക്കാം. നമ്മുടെ കുടുംബങ്ങളെയെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് ജേക്കബ്. ഞാൻ കുന്നോളടുത്തൊരു സ്കൂളിൽ ജോലി ചെയ്യുന്നു. എനിക്ക് 3 മക്കളാണുള്ളത്. മൂത്താൾ കാൾഡിൻ്റെ സ്കൂളിൽ +2 പഠിക്കുന്നു. രണ്ടാമത്തെ ആൾ 10ൽ നിർമ്മലാദ സ്കൂളിൽ പഠിക്കുന്നു. മൂന്നാമത്തെ ആൾ 8ൽ നിർമ്മലാദ സ്കൂളിൽ പഠിക്കുന്നു.
ഇവിടെ ഞങ്ങൾ 3 പേരും ഭാര്യയും ഭർത്താവും മാത്രമല്ല അമ്മയും കൂടിയുണ്ട്. അമ്മ ഞങ്ങളുടെ കൂടെ തന്നെയാണ്. അമ്മതേമാരി റിട്ടയർഡ് ചെയ്ത ഒരു ഓഫീസ് സ്റ്റാഫാണ്. എൻ്റെ പേര് ഓമന ജേക്കബ്. ഞാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നു. ഞങ്ങളുടെ കാലത്ത് സ്ത്രീധനം തുകയായിട്ട് പണമായിട്ടൊന്നും ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ ചോദിച്ചിരുന്നില്ല. എന്നിരുന്നാലും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഞങ്ങളെ മകളെ കല്യാണം കഴിച്ച് വിടുമ്പോൾ കൊടുക്കുന്ന രീതിയിൽ എനിക്ക് കുറച്ച് ആഭരണങ്ങൾ തന്നിരുന്നു. അത് ഞങ്ങളുടെ കുടുംബത്തിൽ പിന്നീട് ഞങ്ങൾക്കതിൻ്റെ പിന്നീട് തുടർന്നുള്ള കുറച്ച് കാലങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് വീട് വെക്കുന്ന ഒരാവശ്യത്തിലേക്കാണ് ഞങ്ങൾ അത് ഉപയോഗിച്ചത്. അത് യാതൊരു വിധത്തിലും ദൂർത്തടിക്കുകയോ അതിനെപ്പറ്റി എന്തെങ്കിലും കൂടുതലായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കൂടുതലായിട്ട് അതിനെയൊക്കെ ചൊല്ലിയുള്ള തർക്കങ്ങളോ യാതൊന്നും തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. സ്ത്രീധനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പെൺകുട്ടികളെ വിവാഹം കഴിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു ഓഹരി അവർക്ക് കൊടുക്കുക എന്ന അതൊരു എല്ലാ മാതാപിതാക്കൾക്കും സന്തോഷത്തോടെ കൊടുക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ്. അവർക്ക് ഭാവി ജീവിതത്തിൽ അത് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. ഈ ഒരു കൾച്ചർ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേർന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പണ്ട് കാലത്ത് സ്ത്രീകൾക്ക് അധികം വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അവർ വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ ഏണിംഗ് മെമ്പർ അല്ല. അപ്പോൾ അവർക്ക് ജീവിതത്തിൽ പിന്നീട് അവർക്ക് ഉപയോഗിക്കത്തക്ക വിധത്തിൽ അവർക്കത് ഉപയോഗമുണ്ടാകട്ടെ എന്നുള്ള ആഗ്രഹത്തോടു കൂടെ മാതാപിതാക്കൾ കൊടുക്കുന്ന ഒരു പണമാണത്. അത് നമ്മുടെ തലമുറയിൽ പലരും അത് വാങ്ങുകയും അത് പിന്നീട് ദൂർത്തടിക്കുകയും അത് ഒരു ബുദ്ധിമുട്ടിലേക്ക് എത്തുകയും ഒക്കെ ചെയ്യുന്ന പല അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പൊതുവെ കണ്ടുവരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വിവാഹം ആലോചിക്കുമ്പോൾ തന്നെ പെൺകുട്ടികളുടെ ഷെയർ എന്താണ് എന്നതിനൊരു വലിയ ആവശ്യത്തിൽ കവിഞ്ഞ ഒരു പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പെൺകുട്ടിയുടെ പഠിപ്പ് അല്ലെങ്കിൽ അവളുടെ സൗന്ദര്യം അതല്ലെങ്കിൽ അവളുടെ സ്വഭാവം അതല്ലെങ്കിൽ അവളെക്കുറിച്ചുള്ള മറ്റ് കാഴ്ചപ്പാടുകളെക്കാളേറെ ഈ പണമാണ്. എത്ര കിട്ടും ഒരു ബിസിനസ് ലെവലിലേക്ക് അത് തരം താന്ന് പോകുന്ന ഒരവസ്ഥ നമ്മുടെ നാട്ടിൽ ഉണ്ട്. അതെന്തായാലും ശരിയല്ല. കാരണം നമ്മുടെ ക്രിസ്ത്യൻ വിവാഹങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഓരോ വ്യക്തിക്കും അവരെ ഓരോരുത്തർക്കും അതിൻ്റേതായ മഹത്വമുണ്ട്. ആ മഹത്വം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മളെ കുടുംബജീവിതത്തിൻ്റെ ആരംഭം തന്നെ ഉണ്ടാകുവാനായിട്ട്. അപ്പം അതിന് ഘടകവിരുദ്ധമായിട്ടാണ് ഇത്തരം വിവാഹം ആലോചിക്കലും ഉറപ്പിക്കലും ഒക്കെ അതിന്മേ മാത്രം ബേസ് ചെയ്ത് കൊണ്ടുവരുന്നത് തെറ്റ് തന്നെയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അവിടുന്ന് സ്ഥാപിച്ച കുടുംബങ്ങളുടെ ഭൗതികമായ വളർച്ചയ്ക്ക് വേണ്ടി സമ്പത്ത് നൽകിയതിനെ ഓർത്ത് അങ്ങയെ സ്തുതിക്കുന്നു. ഭാര്യാഭർത്തൃ ബന്ധത്തിലേക്ക് അവിടുത്തെ വിളി സ്വീകരിച്ച് കടന്നു പോകുന്ന എല്ലാ യുവജനങ്ങളെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവെ, അവിടുന്ന് ആഗ്രഹിക്കുന്ന വിധത്തിൽ സ്ത്രീവിഹിതം വിനിമയം ചെയ്യാൻ തക്കവിധം ഞങ്ങളുടെ കുടുംബങ്ങളിലെ മാതാപിതാക്കളെ പ്രത്യേകിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്ത്രീയുടെ പെൺകുട്ടിയുടെ നന്മയ്ക്കും അവളുടെ ഭാവി കുടുംബത്തിനുമായി അവളുടെ അപ്പനും കുടുംബവും നൽകുന്ന ആ സ്വത്ത് ദൈവമേ അവിടുന്ന് ആഗ്രഹിക്കുന്ന വിധത്തിൽ അവളുടെ ഭാവി കുടുംബത്തിന് വേണ്ടി തലമുറകൾക്ക് വേണ്ടി വിനിമയം ചെയ്യാൻ തക്കവിധം അതിനോട് ബന്ധപ്പെട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അന്യായമായി ഇതിനോട് ബന്ധപ്പെട്ട് ഇന്ന് നിലനിൽക്കുന്ന എല്ലാറ്റിനെയും അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ ദൈവമേ തിരുസന്നിധിയിൽ സമർപ്പിച്ച് അനുഗ്രഹവും കൃപയും പ്രാർത്ഥിക്കുന്നു. തിരുഹൃദയമേ തിരുഹൃദയമേ ഞങ്ങളുടെ വീടിനെ കാക്കണേ, തിരുഹൃദയത്തിൽ തവഹൃദയത്തിൽ ഒരു പുണ്യസൂനമായി ചേർക്കണേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.